കുറച്ചൊക്കെ മുറിക്കൊള്ളൂ. പണിയെടുക്കുമ്പോൾ മുറിക്കണ്ട. പറഞ്ഞത് ഈ ശീലങ്ങൾ മാറ്റണം. ദുശീലങ്ങൾ ഉണ്ടാവുന്നത് പുക വലിക്കുന്നത്, അതുപോലെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നല്ല വസ്തുക്കൾ ഉപയോഗിക്കുക. നല്ല വസ്തുക്കൾ ഉപയോഗിച്ചാൽ മാത്രമേ നല്ല വസ്തുക്കൾ നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കുള്ളൂ. കോഴിമുട്ടകൾ ഉപയോഗിക്കുന്നത് കഴുകി വൃത്തിയാക്കി കോഴിമുട്ട. മയോണൈസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് എന്ത് പാസ്ചറൈസ്ഡ് എഗ് ഉപയോഗിക്കാൻ പാടുള്ളതുണ്ട്. എന്താ പാസ്ചറൈസ്ഡ് എഗ്? അതുണ്ടാക്കുന്നൊന്നുമില്ല. കഴുകി വൃത്തിയാക്കിയ കോഴിമുട്ട തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തില് 2.5 മിനിറ്റ് മുക്കി പിടിക്കുക. ഏത് വലിയ അരക്കയിലും സ്റ്റീലിന്റെ പാത്രത്തിൽ വെച്ചിട്ട് ആ മുക്കിയെടുത്ത് തണുത്ത വെള്ളത്തിൽ മുക്കുക. ഇതാണ് പാസ്ചറൈസ്ഡ് എഗ്. എന്തിനാണ്? അതിന്റെ പുറത്തുള്ള ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആ എഗ് വെച്ചിട്ട് മാനസ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ കോഴിക്കാട്ട കുട്ടിക്ക് അടിക്കണം. എന്നിട്ട് പറയാ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ടേസ്റ്റ് ഫ്ലേവർ, പഴയ ഫ്ലേവർ ഇല്ല, കോഴിക്കാട്ട കുഞ്ഞി കിട്ടൂല. ഇങ്ങനെ ചെയ്താൽ ഈ ഫ്ലേവർ മാറും, പുതിയ ഫ്ലേവർ വരിക. പറയുന്നത് നല്ലതിനെ കഴിക്കാം, ശീലമാക്കാം. ബാക്ടീരിയ ഉണ്ടാവില്ല. പച്ചവെള്ളത്തിന് കുറച്ച് ബാക്ടീരിയ ഉണ്ടാവും. ഈ വെള്ളം മിക്സ് ചെയ്യുമ്പോൾ നേരെ 40 എത്തുക. ബാക്ടീരിയക്ക് സ്വർഗരാജ്യം ഉണ്ടായി കൊടുക്കണം. ബാക്ടീരിയകൾ കൂടുക ചെയ്യുക, അത് കൂടുക ചെയ്യാം. തിളപ്പിച്ചാറിയ വെള്ളം വന്നാൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ആയിരിക്കണം. അതുപോലെ പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മതിയായ ട്രെയിനിങ്ങുകൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷ, ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ വിഷയങ്ങളെല്ലാം പറയാൻ കഴിഞ്ഞാൽ 2 ദിവസം ക്ലാസ്സിൽ ഉണ്ടാവും.